ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത് ക്രൈംബ്രാഞ്ച്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും 9 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമാണ് കേസിലെ പ്രതികൾ. ഹൈക്കോടതി നിയമിച്ച ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന ആരംഭിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് നാളെ പരിശോധന നടക്കുമ്പോൾ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലേതും ശ്രീകോവിലിലെ വാതിൽപ്പാളികയിലെ സ്വർണ്ണത്തട്ടിപ്പും വെവ്വേറെ FIRകളായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്വർണ്ണപ്പാളിക ചെമ്പാക്കി മാറ്റിയതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചന, ഉരുക്കിയ സ്വർണം എവിടെ കൊണ്ടുപോയി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം നടത്തും. ഇതിന്റെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും ഉടൻ ചോദ്യം ചെയ്യും. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ A. പത്മകുമാർ, വാസു എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തും. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കേസിലെ ഒന്നാം പ്രതി. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ദേവസ്വം സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടെ പ്രതിയാക്കിയാണ് FIR. സ്വർണ്ണപ്പാളി ശബരിമലയ്ക്ക് പുറത്തു കൊണ്ടുപോയതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായെന്നാണ് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് KT ശങ്കരൻ സന്നിധാനത്തെത്തി സ്ട്രോങ് റൂമുകൾ പരിശോധിച്ചു. നാളെ ദ്വാരപാലക ശില്പങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമ്പോൾ നേരിട്ട് ഹാജരാകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടും സ്മാർട്ട് ക്രിയേഷൻസ് അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് ഹാജരാകാൻ സാധ്യത കുറവാണ്. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകൻ നാളെ സന്നിധാനത്തെത്തും. മീഡിയ 1 തിരുവനന്തപുരം.